ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് ചെടിക്കൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു നല്ല വെയിലായപ്പോൾ നോക്കിയപ്പോൾ ഈ ചെറി തക്കാളി ചെടിയുടെ ഇലകൾക്കൊക്കെ ഒരു വാട്ടം കണ്ടില്ലേ, കൂമ്പൊക്കെ വളഞ്ഞിരിക്കണേ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വിഷമമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി നല്ലോണം തക്കാളി ഉണ്ടാവുന്നതായിരുന്നു. ഇതിലൊരു 10-15 തക്കാളിയെങ്കിലും ഇപ്പോൾ ഉണ്ട്. എല്ലാം നെല്ലിക്കയെക്കാട്ടും ചെറുതാണ്. ഇനി വളർന്നുണ്ടാവണം. എത്ര കാലം പിടിക്കുന്നതൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇത്ര ഭംഗിയിൽ ഒരുപാട് തക്കാളി ഉണ്ടായിട്ട് അത് കണ്ടില്ലേ, ആ കൊമ്പ് വാടിയ മാതിരി കണ്ടില്ലേ. അതങ്ങ് വാടിപ്പോയാൽ വളരെ വിഷമാവും. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴാണ് മിസ്റ്റിങ്ങിനെ പറ്റി വായിച്ച ഓർത്ത്. പല ചെടികൾക്കും ഇലയ്ക്ക് വാട്ടം പിടിച്ചാൽ കുറേ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗുണമുണ്ടാവും. സാധാരണ നനയ്ക്കണ പോലെയല്ല. സാധാരണ നനയ്ക്കുന്ന നമ്മൾ കടക്കിലല്ലേ നനയ്ക്കുക. ഇത് ഇലകൾക്ക് സ്പ്രേ. ഇത് വേറെ ഉപയോഗത്തിനും മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കോളിഫ്ലവർ ഉണ്ടാവുന്നില്ലെങ്കിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി മിസ്റ്റിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ, അതായത് കോളിഫ്ലവറൊക്കെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളാണല്ലോ. അപ്പോൾ അതിന് അല്ലാത്ത സ്ഥലങ്ങളിൽ വളർത്തുമ്പോൾ മിസ്റ്റിങ് ചെയ്യുന്നത് നന്നായെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇതിനും അതൊന്ന് പരീക്ഷിക്കാം. കാരണം അല്ലെങ്കിൽ ഇത്രയധികം തക്കാളികൾ ഉണ്ടായിട്ട് അത് മുഴുവൻ വാടി അങ്ങ് പോയാൽ കുറച്ച് വിഷമമുണ്ടാവും. പിന്നെ മിസ്റ്റിങ്ങിൻ്റെ കൂടെ കുറച്ച് മൾച്ചിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന തേക്കിലകൾ, അപ്പുറത്തുനിന്ന് പറന്നു വരുന്ന തേക്കിലകളൊക്കെ വെട്ടി കടക്കിലിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒഴിച്ച വെള്ളം ആവിയായി പോകുന്നത് കുറച്ച് കുറയുമല്ലോ ചെടിച്ചട്ടിയിലുള്ളത്. ഇലകളുടെ പിന്നെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആവിയായി പോകും. അതിന് നിവൃത്തിയൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പോൾ. മഴ രാത്രി പെയ്തെങ്കിലും പകൽ വെയിലിന് ചൂടൊന്നും കുറവില്ല. നല്ല ഉഷാർ ചൂട് തന്നെയാണ്. അപ്പം മൾച്ചിങ്, പുതയിടൽ എന്നാണ് പറയണത്. ഇങ്ങനെ ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടി ചെടിയുടെ കടക്കിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നത് കുറേ കുറയും.